നമസ്കാരം, ഡിസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രക്ഷ ബാലകൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ജിംഗിൾ ബെൽസ് 2025 ഉജ്ജ്വല തുടക്കവുമായി ഡിസ്റ്റ്. സഹപാഠിക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ. അച്ചടിയും ദൃശ്യമാധ്യമ പ്രവർത്തനവും നേരിട്ടറിഞ്ഞ് ഡിപോൾ ജേർണലിസം വിദ്യാർത്ഥികൾ. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലൈബ്രറി വാരാഘോഷങ്ങൾക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജിംഗിൾ ബെൽസ് 2025 പരിപാടിക്ക് ഉജ്ജ്വല തുടക്കം. ജിംഗിൾ ബെൽസിന്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസിവിറ്റി. നമ്മൾ ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എല്ലാവർക്കും ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ, നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഒരു ഏരിയ, അതാണ് ജിംഗിൾ ബെൽസിന്റെ പ്രൈമറി ആയിട്ടുള്ള. ഈ വർഷം 8 പ്രത്യേക വിദ്യാലയങ്ങളിൽ നിന്നായി 250-ലധികം കുട്ടികളാണ് വിവിധ കലാ സാംസ്കാരിക മത്സരങ്ങളിലായി പങ്കെടുത്തത്. പരിപാടിയുടെ ഭാഗമായി പ്രത്യേക സ്കൂൾ കുട്ടികൾക്കായുള്ള തൊഴിൽ പരിശീലനത്തിന്റെയും പുനരധിവാസത്തിന്റെയും പുതിയ പ്രവണതകൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു. ഗ്രൂപ്പ് ഡാൻസ്, കരോൾ സിംഗിംഗ്, കാർഡ് മേക്കിംഗ് തുടങ്ങിയ ഇനങ്ങൾ പരിപാടിയുടെ നിറം കൂട്ടി. സ്വന്തമായി വീടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീടെന്ന ആശയവുമായി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിലെ NSSും DESസും പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 7 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ബഡ്ജറ്റ്. ഇതിനുള്ള ഫണ്ട് ഭാഗമായി ഫിലിം ചാലഞ്ച്, കൂപ്പൺ ചാലഞ്ച്, കേക്ക് ചാലഞ്ച്, പേപ്പർ ചാലഞ്ച് തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ വീടില്ലാത്തൊരു കുട്ടിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് വീട് കൊടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ആണ്. അതിൽ നമ്മൾ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 6 to 7 lakh എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റാണ്. ഇതിന്റെ പ്രൊജക്ടിന്റെ മെയിൻ ആയിട്ട് പർപ്പസ് എന്ന് പറയുന്നത് വീടില്ലാത്തൊരു കുട്ടിക്ക് വീട് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മളൊരു ഹോപ്പ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. 200ഓളം കേക്കുകളാണ് കേക്ക് ചാലഞ്ചിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. പേപ്പർ ചാലഞ്ചിന്റെ ഭാഗമായി പത്രങ്ങളും സ്വരൂപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി നടത്തിയ ഫിലിം ചാലഞ്ചിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ക്രിസ്മസ് നിറവിൽ തിളങ്ങി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിസംബർ 22, 23 തീയതികളിലാണ് വൈവിധ്യമാർന്ന ക്രിസ്മസ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. നക്ഷത്ര 25 എന്ന പേര് നൽകിയ പരിപാടിയുടെ ലോഗോ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജോണി ചാക്കോ മംഗലത്ത് VC പ്രകാശനം ചെയ്തു. 22, 23 തീയതികളിലായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി മത്സരങ്ങളാണ് യൂണിയൻ സംഘടിപ്പിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരുക്കിയിട്ടുള്ള ക്രിസ്മസ് വില്ലേജ് പരിപാടിയുടെ പ്രധാന ആകർഷക ഘടകമാണ്. ആകർഷകമായ സമ്മാനത്തുകയും നൽകുന്നുണ്ട്. നമ്മുടെ കോളേജിൻ്റെ നക്ഷത്ര 2025 നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വില്ലേജ് മേക്കിംഗ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് 5,000 റുപ്പീസും, സെക്കൻഡ് പ്രൈസിന് 3,000, അതുപോലെ തന്നെ തേർഡ് പ്രൈസിന് 1,500 വെച്ച് പ്രൈസ് കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്രിസ്മസ് തീം ഡാൻസും കരോൾഗാന മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസ്റ്റിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന പേരിൽ ഡിസ്റ്റ് യൂണിയൻ ഒരുക്കിയിട്ടുള്ള സർപ്രൈസാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ക്രിസ്മസിനോടനുബന്ധിച്ച് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജോണി ചാക്കോ മംഗലത്ത് VC കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രിയപ്പെട്ടവരെ, ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്മസ് ഒരിക്കൽ കൂടി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുവാനുള്ള ആഹ്വാനമായിട്ട്, മനുഷ്യരെ ദൈവമക്കളാക്കാനുള്ള ആഹ്വാനമായിട്ട് ദൈവപുത്രൻ ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. ആ ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ക്രിസ്തുവായി മാറുക, ദൈവങ്ങളായി മാറുക. ദൈവം എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ നമ്മളും പലതും ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്മസിനൊരുക്കമായി നാം നമ്മുടെ ചുറ്റുപാടുകളെ ആകർഷണീയമാക്കാറുണ്ട്. ഭംഗി പിടിപ്പിച്ച്, മോടി പിടിപ്പിച്ച്, ക്രിബുണ്ടാക്കി, നക്ഷത്രങ്ങൾ തൂക്കി, ബലൂൺ തൂക്കി, വിളക്കുകൾ തൂക്കി യേശുവിന് വേണ്ടി നാം കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കും ആ ഒരു സന്ദേശം നാം സ്വീകരിക്കണം. ക്യാമ്പസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കായി സ്നേഹ സമ്മാനങ്ങൾ ഒരുക്കി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾ. മീഡിയ വിഭാഗം സംഘടിപ്പിച്ച കാർഡ് നിർമ്മാണ മത്സരത്തിലൂടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കാർഡുകൾ ഇത്തവണ കോളേജിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകൾക്ക് സമ്മാനമായി നൽകും. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി കാർഡ് മേക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു.
2024-2025 ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. യൂണിയന്റെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ഒപ്പം ഒരു 15 പേരോളം ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നത്. ഇനിയുള്ള എല്ലാ വർഷവും ഞാൻ ഇതുപോലുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കും. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഹാൻഡ് മെയ്ഡ് കാർഡ് ഡിസൈനിങ്ങും 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ കാർഡ് ഡിസൈനിങ്ങുമാണ് സംഘടിപ്പിച്ചത്. മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് തന്നെ നൽകുകയും ചെയ്തു. മാധ്യമരംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും പ്രവർത്തന ശൈലികളും നേരിട്ടറിയാൻ അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് അവസരം. കോളേജിലെ സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജേർണലിസം വിദ്യാർത്ഥികൾക്കായി ചാലക്കുടി ഗുഡ്നസ് ചാനലിലേക്കും ഡിവൈൻ പ്രിന്റേഴ്സിലേക്കും ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു. സിദ്ധാന്തങ്ങൾക്കപ്പുറം മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രായോഗിക വശങ്ങൾ അടുത്തറിയാൻ സഹായിച്ച ഈ സന്ദർശനം വരും കാല മാധ്യമ പ്രവർത്തനങ്ങൾക്ക് മികച്ച അനുഭവമായി. ചാലക്കുടിയിലുള്ള വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ മേരി മാത പ്രൊവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിവൈൻ പ്രിന്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്, ഗുഡ്നസ് ചാനൽ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഡിവൈൻ പ്രിന്റിംഗ് പ്രസ്സിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ആധുനിക പ്രിന്റിംഗ് പ്രക്രിയകളെക്കുറിച്ച് വിശദമായ ധാരണ ലഭിച്ചു. പുസ്തകങ്ങളുടെയും മാസികകളുടെയും ഡിസൈനിങ് മുതൽ ബൈൻഡിംഗ് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. വലിയ തോതിലുള്ള അച്ചടി എങ്ങനെയാണ് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകരമായി. ഡിവൈൻ പ്രിന്റേഴ്സ് 1994 സ്ഥാപിതമായത്. ഇവിടെ 116 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. തുടർന്ന് ഗുഡ്നസ് ടെലിവിഷൻ ചാനലും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ചാനലിന്റെ വിവിധ വിഭാഗങ്ങളായ ന്യൂസ് ഡെസ്ക്, പ്രൊഡക്ഷൻ കൺട്രോൾ റൂം, എഡിറ്റിംഗ് സ്യൂട്ട്, ഷൂട്ടിംഗ് സ്റ്റുഡിയോ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് ലഭിച്ചു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഏറെ പ്രശസ്തമാണ്. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലൈബ്രറി വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലൈബ്രറി വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള മത്സരങ്ങളും ആഘോഷങ്ങളുമാണ് വായനവാരത്തെ സജീവമാക്കുന്നത്. നമ്മൾ ലൈബ്രറി സംബന്ധിച്ചിടത്തോളം 15-ാം തീയതി മുതൽ ലൈബ്രറിക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് 19-ാം തീയതി വരെയാണ്. ഇന്നലെ നമ്മൾ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ, റീഡിംഗ് കോമ്പറ്റീഷൻ, അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങൾ നടന്നു. ഇനി പോസ്റ്റർ ഡിസൈനിങ് ഉണ്ട്. നാളെയാണ് അതിൻ്റെ ഫൈനൽ പ്രോഗ്രാം. അതിനൊരു ഫേമസ് ആയിട്ടൊരു ഓതർ വർഗീസ് അങ്കമാലിയാണ് നാളെ നമുക്ക് വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിംഗിൾ ബെൽസ് 2025 ഉജ്ജ്വല തുടക്കവുമായി ഡിസ്റ്റ്. സഹപാഠിക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ. അച്ചടിയും ദൃശ്യ മാധ്യമ പ്രവർത്തനവും നേരിട്ടറിഞ്ഞു ഡിപോൾ ജേർണലിസം വിദ്യാർത്ഥികൾ. വായനയുടെ വഴിയിൽ വളർച്ച. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലൈബ്രറി വാരാഘോഷങ്ങൾക്ക് തുടക്കം. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.